CPM-ന്റെ സംസ്ഥാന സമ്മേളനം, കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയരേഖ അവതരിപ്പിച്ചു. ആ നയരേഖയിൽ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട്. സെസ് ഏർപ്പെടുത്താം, നമുക്ക് ഇൻകം ബേസ് ചെയ്തുകൊണ്ടുള്ള വരുമാനത്തെ അടിസ്ഥാനമാക്കി സെസ് ഏർപ്പെടുത്താം. ഇതിനകത്ത് എനിക്ക് പോസിറ്റീവായ ഒരു അഭിപ്രായമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിത് ചിന്തിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ പ്രളയത്തിന് ശേഷം ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ, പെയ്ത്ത് വെള്ളം പറഞ്ഞതും പറയാത്തതും ആനന്ദ കേരളത്തിൻ്റെ ആമുഖം എന്ന പുസ്തകത്തിൽ 2047 ആകുമ്പോൾ കേരളം എങ്ങനെയാകണം എന്ന ഓരോ മേഖലയിൽ എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ ഞാൻ ഇതിൻ്റെ സൂചകങ്ങൾ വച്ചിട്ടുണ്ട്. ആ പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഞാൻ ആ പുസ്തകം എല്ലാ പാർട്ടിയിലെയും പ്രമുഖർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുമാന വർധന ഭാഗത്തിൽ ഞാൻ ഈ ഒരു ഭാഗം പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു പുതിയ ലോകത്ത് ആലോചിക്കേണ്ട കാര്യം, കേരളത്തിൽ 70-ക്ക് മുമ്പിലാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആരും ഗൾഫിൽ രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല, വിദേശത്തൊന്നും പോയിട്ടില്ല, റബ്ബർ വന്നില്ലായിരുന്നു. നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. സർക്കാർ ശമ്പള പരിഷ്കരണം നടന്നില്ലായിരുന്നു. ആ കാലം പോയി. ഇന്നിപ്പോൾ കാലമൊക്കെ മാറി വരുമ്പോൾ, വളരെ ഗൗരവമായിട്ട് കാലം മാറി വരുമ്പോൾ, സാമ്പത്തികമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ. അത് ഒരു വീട്ടിൽ 2 പേർക്ക് നല്ല ജോലിയുണ്ട്. സാധാരണ ജോലിയല്ല ഉദ്ദേശിക്കുന്നത്, വളരെ നല്ല ജോലി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗസറ്റ് റാങ്കിന് മുകളിൽ അതുപോലെയൊക്കെയുള്ള നല്ല ജോലി ഉണ്ടെങ്കിൽ വരുമാനമുണ്ട്. അവരെ സംബന്ധിച്ച് വ്യവസായം, റബ്ബറൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും വരുമാനമുണ്ട്. നല്ല കർഷകരെ സംബന്ധിച്ചും അവരുടെ കയ്യിലും വരുമാനമുണ്ട്. നല്ല വ്യവസായം ചെയ്യുന്നവരുടെ കയ്യിൽ വരുമാനമുണ്ട്. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വലിയ NRIക്കാരുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ചെറിയ വരുമാനമുണ്ട്. അപ്പോൾ വരുമാനമുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ഇൻകം ബേസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ആലോചിച്ചുകൂടാ? അത് സെസ് എന്ന് പേരെന്ന് പറയുന്നത് ഞാൻ പറയുന്നു, ഒരു സർവീസ് ടോക്കൺ എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. സേവനങ്ങൾ എടുക്കുന്നവരിൽ നിന്ന് മതി. അപ്പോൾ സേവനങ്ങൾ എല്ലാ ആളുകളിലും, സാധാരണക്കാരനും പാവപ്പെട്ടവർക്കും ദരിദ്രർക്കുമായിട്ടുള്ള എല്ലാവർക്കും സെസ് ഏർപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം അത്തരം സാധാരണക്കാർ കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുക്കുക തന്നെ വേണം. അത് തന്നെയാണൊരു പുരോഗമനപരമായി ചിന്തിക്കേണ്ട ഏത് സർക്കാരും ചെയ്യേണ്ടത്. ജനാധിപത്യത്തിൽ അങ്ങനെ ചെയ്യുക തന്നെ വേണം. ജനങ്ങളുടെ ക്ഷേമം കൂടി നോക്കിയിട്ടാണല്ലോ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാവപ്പെട്ട ആളുകൾ, ഇത് പൈസ കൊടുക്കാൻ കഴിയാത്ത ആളുകളിൽ നിന്ന് അത്തരം പിരിവുകളിൽ നിന്നും ഉണ്ടാക്കരുത്. അല്ലാതൊരു സർവീസ് ടോക്കൺ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അത് 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. സ്പോൺസർഷിപ്പിലൂടെയും നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ സംഭാവന രൂപത്തിലും ചിന്തിക്കാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടി സ്വാഭാവികമായി ആ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളിൽ നിന്നുള്ള സംഭാവന സ്വീകരിക്കാം. നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആളുകൾ ചിലപ്പോൾ അവിടെ സംഭാവന കൊടുത്തെന്നിരിക്കും. ചില സ്പോൺസർഷിപ്പുകൾ ആലോചിക്കാം, CSR ഫണ്ടുകൾ ആലോചിക്കാം. അതുപോലെ തന്നെ ഇൻകം ഉള്ള ആളുകളിൽ നിന്ന്, വരുമാനമുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ ഫീസ് മേടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അത് ഓപ്ഷണലാക്കിയാൽ മതി. പലപ്പോഴും ഓപ്ഷനിലാക്കിയാൽ തന്നെ കുറേ പണം കിട്ടുമെന്നുള്ളതാണ്. കർശനമാക്കിയില്ലെങ്കിൽ പോലും ഇപ്പം 5 രൂപയാണ് ഒരു ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ 2 രൂപയോ 5 രൂപയൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പോകുന്നതിന് ചാർജ് ഉണ്ട്. അത് ചിലപ്പോൾ 10 രൂപ 20 രൂപ കിട്ടിയാലും വാങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു രീതി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആളുകൾ തരുന്നവരുണ്ട്. കാരണം ഇതൊക്കെ സംവിധാനങ്ങൾ നന്നായി മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ആ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടാൽ നമുക്കും ഗുണം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു വലിയ ഒരു വിഷയമുണ്ട്. 61 രൂപ, 68 രൂപ, 72 രൂപ ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ കിടപ്പുണ്ട്. ഇത് യാത്ര ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്, പൈസ കണ്ടക്ടർക്കും ബുദ്ധിമുട്ടാണ്. 2 രൂപ കഴിഞ്ഞാൽ 8 രൂപ ബാലൻസ് കൊടുക്കണം, തിരിച്ച് അതുപോലെ 1 രൂപ ബാലൻസ് കൊടുക്കണം. ഇത് വലിയ പ്രശ്നമാണ്. ഇതിനെ എന്തുകൊണ്ട് നമുക്ക് റൗണ്ട് ചെയ്തുകൂടെ? ഈ ഫെയർ സ്റ്റേജ് സംവിധാനമൊക്കെ ഒന്ന് അത് ബഹുമാനപ്പെട്ട ഗണേഷ് മന്ത്രി കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫെയർ സ്റ്റേജൊക്കെ നമുക്ക് പുനരാവിഷ്കരിച്ച് നമുക്ക് അതിനെയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ 74 രൂപയാണെങ്കിൽ അത് 80 രൂപ ആക്കിയതുകൊണ്ട് പ്രശ്നമില്ല. അത് ആളുകളെ സംബന്ധിച്ച് വലിയ ബാധ്യത വരുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ മാറി ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് സർക്കാരിന് തീർച്ചയായിട്ടും വരുമാനം കൊണ്ടുവരണം. പക്ഷേ അവിടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംവിധാനങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരോഗ്യ സംവിധാനങ്ങളാകട്ടെ, മറ്റ് ഗതാഗത സംവിധാനങ്ങളാകട്ടെ, മറ്റ് സേവന മേഖലകളാകട്ടെ, ആളുകൾ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സേവന മേഖലകളിൽ വളരെ വലിയ ഗുണമേന്മയുള്ള സർവീസ് കൊടുക്കണം. അങ്ങനെ സർവീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തികമുള്ളവരിൽ നിന്ന് ഇൻകം ബേസ് ചെയ്ത് തന്നെ നമുക്ക് പണം വാങ്ങാൻ കഴിയും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ചെയ്തു നോക്കേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും പണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികം കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അവർ കൊടുക്കുന്നത്, അവർ പൈസ കൊടുത്താൽ, സെസ് കൊടുത്താൽ, അല്ലെങ്കിൽ സെസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സർവീസ് ടോക്കൺ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് മണി പോലെ സർക്കാരിന് കൊടുത്താൽ തീർച്ചയായിട്ടും അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുമെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് വരുമാന വർധനമെന്ന് പറയുന്നത് ആളുകളിൽ കൂടുതൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചല്ല ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് എല്ലാറ്റിനും വില കൂട്ടി, എല്ലാ ചാർജുകളും കൂട്ടി അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൽ നിന്നൊന്ന് മാറേണ്ടതാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉപഭോഗത്തിനനുസരിച്ച് പണം വരുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ.
അതുപോലെ തന്നെ ഇൻകത്തിനനുസരിച്ച് കൂടി ആളുകളിൽ നിന്ന് പിന്നെ തുക ഈടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഒരു ടോക്കൺ എമൗണ്ട് അവരിൽ നിന്ന് മേടിക്കുന്ന രീതിയിൽ അത് അഡീഷണലായി മേടിക്കുന്ന രീതിയിലും ആലോചിക്കാം. ഓപ്ഷണൽ രീതിയിൽ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച് കൂടുതൽ പണം കണ്ടെത്താം. പക്ഷെ അങ്ങനെ കണ്ടെത്തുന്ന പണം ഉപയോഗിച്ച് വളരെ ഗൗരവമായിട്ടുള്ള സർവീസ് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ എവിടെ നിന്നാണോ ടാക്സ് മേടിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ടോക്കൺ സർവീസ് ടോക്കൺ വാങ്ങുന്നത് അതിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാക്കിയാലും മതി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് വേണ്ടി ചെയ്യുക, റോഡിൽ നിന്നാണ് കിട്ടുന്നത് റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി ചെയ്യുക, ട്രാൻസ്പോർട്ടിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ ട്രാൻസ്പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുക. അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ ആ തരത്തിലുള്ള പുതിയ ചിന്തകൾ ആവശ്യമുണ്ട്. അഡമൻ്റായി സെസ് ഏർപ്പെടുത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. എന്നാൽ വളരെ പ്രായോഗികമായ രീതിയിൽ ഇത്തരത്തിലുള്ള വളരെ ലോജിസ്റ്റിക്കായ രീതിയിൽ കാര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് പണം തരുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അവർക്ക് നല്ല സർവീസ് കിട്ടുകയാണെങ്കിൽ അവർ പണം തരാൻ തയ്യാറാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു മെച്ചം വളരെ നല്ല സർവീസ് കൊടുത്താൽ അവരതിന് ഫീസ് കൊടുക്കാൻ തയ്യാറാണ്. തൊട്ടടുത്തുള്ള ഭക്ഷണശാലയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഭക്ഷണശാലയിൽ നിന്ന് സ്വിഗ്ഗി വഴിയോ സൊമാറ്റോ വഴിയൊക്കെ തൊട്ടടുത്തുള്ളതായിരിക്കും ഭക്ഷണശാല. അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് പോലും സർവീസ് ചാർജ് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവീസ് ചാർജ് വലിയൊരു വിഷയമല്ല. പക്ഷേ സർവീസ് ചാർജ് എന്ന് പറയുമ്പോൾ അതൊരു സെസ് എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കലല്ല, മറിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ വളരെ കൃത്യമായി തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ചിന്തിക്കുന്നത് വളരെ പ്രായോഗികമാണ്. അത് ചിന്തിക്കേണ്ടതുമാണ്. കാശുള്ളവരിൽ നിന്ന്, കാശ് കൊടുക്കാൻ കഴിവുള്ളവരിൽ നിന്ന്, ശേഷിയുള്ളവരിൽ നിന്ന് നിർബന്ധമായും കാശ് പിരിക്കണം. അത് അവർക്കും സാധാരണക്കാർക്കും കൂടി പ്രയോജനം തരുന്നതിൽ ചെയ്യുന്നതും കൂടിയൊക്കെ തന്നെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അല്ലാതെ കാരണം എക്കണോമിക് ആക്ടിവിറ്റി നടക്കണം, സമ്പത്തിൻ്റെ ഒഴുക്കുണ്ടാവണം. ആരുടെ കയ്യിലും അതങ്ങനെ കൂടുതലായി കെട്ടി നിൽക്കുന്നത് ശരിയല്ല. അത് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്കായി ഒഴുകണം. അങ്ങനെ പൊതുനന്മയ്ക്കായി വരണമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് സേവനം കിട്ടുന്നതിനനുസരിച്ചുള്ള സേവനം മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ പറ്റും. അങ്ങനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാതൃകാപരമായ എക്സർസൈസുകൾ, ഹോംവർക്കുകൾ നടക്കട്ടെ.